കാസർഗോഡ് അണങ്കൂരിലെ റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്റർ അടച്ചു. പൂട്ടൽ ഭീഷണിയിൽ. ജീവനക്കാരെ ഉദുമയിലെ ആട് ഫാമിലേക്ക് മാറ്റിയതോടെയാണ് വെറ്റിനറി ഉപകേന്ദ്രങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന RAHCക്ക് താഴ്വീഴുന്നത്. തദ്ദേശ സ്ഥാപന പരിധികളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ പശുക്കളുടെ വന്ധ്യതാ പരിശോധനകൾ, ബീജസങ്കലനം, വിവിധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, തീറ്റകളുടെ വിതരണ മേൽനോട്ടം, കന്നുകുട്ടി പരിപാലനം എന്നിവ നടത്തിയിരുന്ന സ്ഥാപനത്തിലാണ് നിലവിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന പേരിൽ തസ്തികകൾ ഇല്ലാതാകുന്നത്. ഇവിടുത്തെ ജീവനക്കാരെ ബേഡെടുക്കയിലെ ആട് ഫാമിലേക്ക് വിന്യസിക്കാനാണ് ഉത്തരവ്. ജില്ലാ ആസ്ഥാനത്ത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലെ ജീവനക്കാരെ മുഴുവൻ മാറ്റുന്നതിലൂടെ മഞ്ചേശ്വരം, കാസർഗോഡ്, കാറഡുക്ക ബ്ലോക്കുകളിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള മൃഗാശുപത്രികളുടെയും വെറ്റിനറി ഡിസ്പെൻസറികളുടെയും ഉപകേന്ദ്രങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് ആശങ്ക. അവിടെ ഏത് വികസനം വരുമ്പോഴും ഞാൻ കാണുന്നത് അത് കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു വികസനം വന്നതുപോലെയാണ്. പക്ഷേ ഒരു മണ്ഡലത്തിൽ ഒരു പുതിയ ഒരു പദ്ധതി വരുമ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ നിലവിലുള്ള ഒരു സംവിധാനത്തെ ഇല്ലാതാക്കുന്നു എന്നത് അത് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. RACH കേന്ദ്രത്തിൽ സീനിയർ വെറ്റിനറി സർജൻ കൂടിയായ അസിസ്റ്റന്റ് ഡയറക്ടർ, ഗസറ്റഡ് റാങ്കിലുള്ള 2 ഫീൽഡ് ഓഫീസർമാർ, 1 ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, അറ്റൻഡർ, PTS തസ്തികകളാണുള്ളത്. ഇതിൽ PTS ഒഴികെയുള്ളവരെയാണ് ബേഡെടുക്കയിലേക്ക് മാറ്റുക. ഇവിടുത്തെ ജീവനക്കാരുടെ പുനർവിന്യാസത്തിലൂടെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിന് പകരമായി മറ്റു ജില്ലകളിൽ നിന്നും ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാണ് ആവശ്യം. ഇപ്പോൾ മഞ്ചേശ്വരം താലൂക്കിലെയും കാസർഗോഡ് താലൂക്കിലെയും ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് നഗരസഭയിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ RAHC വളരെ ഗുണകരമാണ്. അപ്പോൾ ആ ഒരു സൗകര്യമാണ് ഇപ്പോൾ ഇതോടുകൂടി ഇല്ലാതാകുന്നത്. സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം കേരളത്തിൽ മറ്റ് പലയിടങ്ങളിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം മൃഗസംരക്ഷണ വകുപ്പിൽ ഒരുപാട് സ്റ്റാഫുകൾ മറ്റ് പല ജില്ലകളിലും കൂടുതലാണ്. ആ സ്റ്റാഫുകളെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത്. മാർച്ച് 12 വന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ബേഡെടുക്ക ഹൈടെക് ആട് ഫാമിനെ സർക്കാർ ആട് ഫാമായി അംഗീകരിക്കുകയും അധിക തസ്തിക സൃഷ്ടിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയിൽ ഭരണാനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.